2017 മോഡൽ ഡിസയർ VDI ഡീസൽ വേരിയൻറ്റ്, അതായത് സ്വിഫ്റ്റിൻ്റെ ഡിസൈറിൻ്റെ ഈ വേരിയൻ്റെ ലാസ്റ്റ് ഡീസൽ വേരിയൻറ്റ്. അവിടെ ഒരു 2008 മോഡൽ ഓൾട്ടോ LX വേരിയൻറ്റ്, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നുണ്ട്. 1,00,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്നത് 2008 മോഡൽ ഓൾട്ടോ LX. 2002 മോഡൽ മാരുതി 800 കാർബറേറ്റർ വണ്ടി, തേർഡ് ഓണർഷിപ്പ് വണ്ടി. 27 ഓഗസ്റ്റ് വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 27 ഓഗസ്റ്റ്. 2016 മോഡൽ വാഗണർ VXI 54,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2016 മോഡൽ എർട്ടിഗ VXI 54,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ചന്ദനത്തോപ്പിലുള്ള ഇൻഡസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഇൻഡസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം 85,000 രൂപ തൊട്ടൊക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നതും എടുക്കാൻ കൊള്ളാവുന്നതുമായ വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരിക. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ 20 മിനിറ്റ് ഉള്ളൊരു വീഡിയോ, ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 മിനിറ്റ് പോലും ആവുന്നതിന് മുമ്പേ കമൻറ്റ് ഇടുന്ന ചില ചേട്ടന്മാരുണ്ട്. അത് വേറെ ഷോപ്പിലെ ആയിരിക്കാം, ചിലപ്പോൾ ഇതൊരു പണിയാക്കി വെച്ചേക്കുന്നവരും ആയിരിക്കാം. കാരണം അങ്ങോട്ട് ഇട്ട് 2 മിനിറ്റ് ആകുമ്പോഴേ ഒടുക്കത്തെ വിലയെന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് കേട്ടിട്ടാണ് അതിനകത്ത് ഒടുക്കത്തെ വിലയെന്ന് പറഞ്ഞത്? ഈ നിങ്ങൾ ഇങ്ങനെയുള്ള വൃത്തികേട് കാണിക്കുന്നുണ്ട് വരുന്നൊരു പ്രശ്നം പറഞ്ഞാൽ, ഒരു വണ്ടി എടുക്കാൻ താല്പര്യപ്പെട്ട് നോക്കുന്ന ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ ഈ കമൻറ്റ് കണ്ടിട്ട് അയ്യോ ഭയങ്കര വില, അവിടെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ അല്ലാത്ത വാല്യൂ, ഏത് വാല്യൂ എന്നും പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട, ഉപദ്രവിക്കാതിരിക്കുക. ഇതുകൊണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വിശ്വസിച്ച് എടുക്കാൻ വരുന്ന ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് എല്ലാത്തരം കടകളിലും നമ്മൾ പോയി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നില്ലേ എടുക്കണ്ട, പക്ഷേ ഈ കണ്ടിട്ട് വില കൂടുതലാണെങ്കിൽ അത് കണ്ടു തീർക്കാനുള്ള സമയം കൊടുത്തിട്ട് പറയാം. 20 മിനിറ്റുള്ളൊരു വീഡിയോ 2 മിനിറ്റ് കൊണ്ട് കണ്ടു തീർത്തിട്ട് വില കൂടുതലാണെന്ന് നിങ്ങൾ എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കും അറിയാൻ വയ്യ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കിയിട്ട് വരാം. ഡിക്സൺ ബ്രോ. എങ്ങനെയാണ്? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. കച്ചവടങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഉഷാറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഏകദേശം എത്ര രൂപയുള്ള വണ്ടികൾ ഇപ്പോൾ കിടക്കണേ? നമ്മുടെ ഒരു 70-80 റേഞ്ച് വണ്ടി നമ്മുടെ സ്റ്റാർട്ടിങ് കിടപ്പുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണിക്കാനുണ്ട്. ഓക്കെ. ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വലുതായിട്ടുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ നീ കാണിക്കണ്ട. കഴിഞ്ഞ വീഡിയോ കാണിച്ച വണ്ടികളൊന്നും നമ്മുടെ ഇല്ല, ഒരുപാട് എല്ലാം സ്റ്റോക്ക് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പം 80 രൂപ തൊട്ട് മേളിലോട്ടുള്ളവർക്ക് കാണാൻ പറ്റുന്ന വീഡിയോ ആയിരിക്കും. ഓക്കെ. അപ്പം നിങ്ങളിപ്പം ഈ GST കാര്യങ്ങൾ വീണ്ടും ചോദിക്കുന്നതാണ്. GST കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് വിലയൊക്കെ കുറച്ചിട്ടുണ്ടോ അതോ പഴയ വിലയ്ക്ക് തന്നെയാണ്? വില കുറച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. അവിടെ ഒരു 2008 മോഡൽ ഓൾട്ടോ LX വേരിയൻറ്റ്, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നുണ്ട്. 1,00,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്നത് 2008 മോഡൽ ഓൾട്ടോ LX. ജസ്റ്റ് ഇൻറ്റീരിയർ നോക്കാം. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ കറക്റ്റ് പറയാൻ 95,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണോ? കേട്ടില്ല. ജെനുവിൻ കിലോമീറ്റർ ആണ്. സീറ്റ് കവറായിട്ട് കയറില്ല, നോർമലാണ് കിടക്കുന്നത്. പക്ഷേ വണ്ടിക്ക് വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം കിടപ്പുണ്ട്. ഞങ്ങളുടെ ടയർ അത്യാവശ്യം ഉണ്ട്. കാര്യം കളർ ഫേഡോ അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 85 രൂപ കൊടുക്കാം. 85,000 രൂപ. പിന്നെ പേപ്പറൊക്കെ 2028 വരെ പേപ്പർ കിടപ്പുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും 2028 പകുതി വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളും നിലവിൽ വണ്ടിക്ക് കിടപ്പുണ്ട്. നിലവിൽ 2013 മോഡൽ ഓൾട്ടോ 800 LXI വേരിയൻറ്റ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വെറും 41,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം എക്സസറീസ് ഉള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്തില്ല. നീറ്റാണല്ലേ? നീറ്റ് വണ്ടിയാണ്. 2013 മോഡൽ ഓൾട്ടോ 800 LXI 41,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദ്യം? ഇത് നമുക്ക് 2 രൂപ കൊടുക്കാം. എന്നാൽ നമുക്കൊരു 1.5-1.25 വരെ വണ്ടിക്ക് ലോൺ സൗകര്യം ഉണ്ടായിരിക്കും. ഇത് ആസ്കിങ് റേറ്റ് ആണ്. ഈ പറഞ്ഞ റേറ്റ് നെഗോഷിയേഷൻ ഉണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്ക് അത്യാവശ്യം നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ട്രൂ വാല്യൂന്ന് വണ്ടികൾ എന്തിനാ സനൂപ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വരുന്നതിന് പറഞ്ഞ ന്യായം ഇവിടെ ഇട്ടേക്കുന്നതിനേക്കാൾ വില കുറച്ചാണ് നീ വില പറയുന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഞാൻ പ്രൂഫ് സനൂപിനെ കാണിച്ചിട്ടുണ്ട്. എന്നെ കാണിക്കുന്നുണ്ട്, പക്ഷേ ജനം പറയുന്നത് അപ്പോഴും വില കൂടുതലാണ്. അവർ പറഞ്ഞിട്ട് കുഴപ്പമില്ല. നമ്മുടെ അളിയൻ്റെ കഴിഞ്ഞ വീടിൻ്റെ അവിടെ എന്തായാലും ഒരു 7 വണ്ടിയോളം അളിയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ വീണ്ടും എടുക്കുന്നതിനകത്തുണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ് ആണ് വിഷയം. നമുക്ക് കുഴപ്പമില്ല. പിന്നെ വീണ്ടും ഒരു 2008 നമ്മൾ നേരത്തെ കണ്ട സെയിം മോഡൽ 2008 മോഡൽ ഓൾട്ടോ LX 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് വന്നേ ഉള്ളൂ. ഒരു വൃത്തിക്കുറവ് ഫീൽ ചെയ്യുന്നു. വണ്ടി വന്ന് വാഷിംഗ് പോളിഷിങ് ചെയ്യാനുണ്ട്. 4 ടയറും കാര്യങ്ങളൊക്കെ പുത്തുന്നുണ്ട്. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, പക്ഷെ പുറത്ത് മൊത്തം അഴുക്കായിട്ടൊക്കെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തത്. അത് വണ്ടി വന്ന കണ്ടീഷനാണ്. വാഷിംഗ് പോളിഷ് ചെയ്യാൻ വേണ്ടി വൃത്തിയാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2008 മുകളിൽ സെയിം ഇതിനെ 2028 വരെ
പേപ്പറും കാര്യങ്ങളും വണ്ടിക്ക് നിലവിലുണ്ട്. വണ്ടിക്ക് ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം, 4 പുത്തൻ ടയർ. ഒന്നും ഒരു റീപ്ലേസ് ഇല്ല. ഇവിടെ ഒരു ടച്ചിങ്ങിനുള്ള പരിപാടി ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ടച്ചിങ്ങിനുള്ള ഇവിടെ ഉണ്ട്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 85,000 കൊടുക്കാം. 2008 മോഡല് LX 28 പേപ്പർ സിംഗിൾ ഓൺഷിപ്പ് 85,000 രൂപ. ഇതിന് കുറച്ച് ടച്ച് ആൻഡ് പോളിഷ് പരിപാടികളുണ്ട്. ഉണ്ട്. അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നും അറേഞ്ച് കൊടുക്കാം. 2017 മോഡൽ ഇയോൺ സെക്കൻഡ് ഓൺഷിപ്പ് 68,000 കിലോമീറ്റർ. 68 കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ്. അതെ. 2000 റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല 67,610 കിലോമീറ്റർ. സീറ്റോറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തിട്ടുണ്ട്. 2017 മോഡൽ ഇയോൺ. ടയേഴ്സും അത്യാവശ്യം കിടപ്പുണ്ട്, തീരെ മോശം ടയേഴ്സ് അല്ല. അതേപോലെ വണ്ടിക്കകമൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2 രൂപ കൊടുക്കാം. 2 രൂപ? 2 ലക്ഷം രൂപ. ഈ 2 ലക്ഷം രൂപയ്ക്കൊക്കെ നീ പറയുന്ന വണ്ടി ലാസ്റ്റ് ഒരു കസ്റ്റമർ വന്ന് സംസാരിക്കുമ്പോൾ കുറയും എന്ന് പറയുന്നത് നെഗോഷിയേഷൻ ഉണ്ടായിരിക്കും. ഐ മീൻ ഒരു 10,000 രൂപ കുറയുള്ളൂ. അതൊക്കെ സെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. അല്ലെ അത് പറയലേ, അത് ഒറിജിനൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാമല്ലോ. 2017 മോഡൽ വണ്ടിയാണ്, 2 ലക്ഷം രൂപ വരെ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. അതിൽ റേറ്റ് കുറച്ച് ഞാൻ കൊടുക്കാം. ഓക്കെ, ലോൺ കിട്ടുമല്ലോ? ലോണും കിട്ടും, ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ലോൺ കയറും. 2017 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് സെക്കൻഡ് ഓണർ 64,000 കിലോമീറ്റർ 2 ലക്ഷം രൂപ. ഒരു സെയിൽസ്മാൻ എന്ന നിലയിലും ഒരു കൂട്ടുകാരൻ നിലയിലും ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു ഫുൾ ലോൺ കയറുന്നതെന്ന് പറഞ്ഞില്ലേ, ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഫുൾ ലോണുള്ള വണ്ടി എടുക്കുന്നതാണോ നല്ലത്, അല്ലാത്ത വണ്ടി എടുക്കുന്നതാണോ നല്ലത്? ഐ മീൻ ലോൺ ഇട്ട് അത്യാവശ്യം പൈസ ഇട്ട് എടുക്കുന്നതാണോ നല്ലത്? അത്യാവശ്യം ഡൗൺ പേയ്മെൻറ്റ് കൂട്ടിയടിച്ച് ഇല്ലാത്ത കാശ് ലോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. 2016 മോഡൽ വാഗണർ VXi 54,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്, സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. സെക്കൻഡ് 2016 മോഡൽ. ഒന്ന് ഉറപ്പിയത് 2016 ഉറപ്പിച്ചു. 16. ടയറൊക്കെ കൊള്ളാം, അത്യാവശ്യം ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് 4,334 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 2016 മോഡൽ വാഗണർ VXi സെക്കൻഡ് ഓണർഷിപ്പ്. അതായത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്, ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. VXi ആൾക്കാർക്കെല്ലാം അറിയാം, എന്നാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡോർ പാഡൊക്കെ കൊള്ളാം, വൃത്തിയായി തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, റീപ്ലേസ് ആയിട്ട് ഒന്നും വണ്ടിക്കത്തില്ല. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 340 നമുക്ക് കൊടുക്കാം. 340? അതെ. എത്ര രൂപ ഇറക്കാൻ പറ്റിയ വണ്ടി? നമുക്കൊരു 3-3.25 ഒരു വണ്ടിക്ക് ലോൺ സൗകര്യം ഉണ്ടായിരിക്കുന്നത്. 10-15 രൂപ മതി സൂട്ട് ഇറക്കാം. അപ്പോൾ അടവ് എങ്ങനെയായിരിക്കും? അടവ് 3 രൂപയ്ക്ക് 10 രൂപ അടവ് വരുത്തുള്ളൂ. 10 രൂപയ്ക്കകത്ത് അടവ് വരുത്തുള്ളൂ. 2002 മോഡൽ മാരുതി 800 കാർബറേറ്റർ വണ്ടി, തേർഡ് ഓണർഷിപ്പ് വണ്ടി. 27 ഓഗസ്റ്റ് വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 27 ഓഗസ്റ്റ് 2027 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുരുമ്പൊന്നുമില്ലല്ലേ? തുരുമ്പൊന്നുമില്ല, വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോറിൻ്റെ മണ്ടയിൽ കൂടെ ഒന്നും അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതെന്തായാലും വ്യക്തമായിട്ട് കാണാം. AC ആണോ? AC ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് വണ്ടി. വേറും സ്റ്റാൻഡേർഡ് ഉള്ളി, പക്ഷേ വണ്ടിയുടെ ഫ്ലോറൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. മണ്ണ് കയറി ഇരിപ്പുണ്ടെന്നുള്ളതേ ഉള്ളൂ, എല്ലാം നോക്കി കഴിഞ്ഞാൽ വേറെ അതൊക്കെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കാം, കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ചെയ്ത് തരാം. ഡോർ പാഡൊക്കെ നോക്കിയാൽ എന്താണ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള ഡോർ പാഡാണ്. തുരുമ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. അല്ല മാറ്റില്ല, അല്ലെങ്കിൽ തുരുമ്പ് കാണാൻ സുഖമായിരിക്കും. തുരുമ്പ് നീ എനിക്കിങ്ങനെ ചീത്തപ്പേര് തരുന്നുണ്ട് കേട്ടോ, ഈ തുരുമ്പ് നോക്കണം. പക്ഷേ ഇവിടെ ഒരു കടന്തൽ കൂടുണ്ട്, കണ്ടുപിടിക്കാൻ എല്ലാം പറയണല്ലോ. ഇയാൾ എന്നെ ആക്കുന്നോ? ഈ ടയറ് മോശമാണ്, മാറി കൊടുക്കണം കേട്ടാ. മാറി കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 30,000 രൂപ കൊടുക്കാം. 30,000 രൂപ. ഒരു ചെറിയ ചണക്കൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യുമായിരിക്കും അല്ലേ? ക്ലിയർ കൊടുക്കാം, അല്ല റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത വീണ്ടും 2003 മോഡൽ മാരുതി 800 സ്റ്റാൻഡേർഡ്. 2003 മോഡൽ വണ്ടി. മറ്റേ 2 മോഡൽ. 2003 മോഡൽ. ഏതാണ്ട് 1 ലക്ഷം കിലോമീറ്റർ വണ്ടി പോയിട്ടുണ്ട്. അത് വിശ്വസിക്കാം. 1 ലക്ഷത്തിന് മേളിൽ എന്തായാലും വണ്ടി പോയിട്ടുണ്ടായിരിക്കും. 2003 അല്ലേ? അതെ, 1 ലക്ഷത്തിന് മേളിൽ വണ്ടി എന്തായാലും പോയിട്ടുണ്ടായിരിക്കും. ഇതും തുരുമ്പ് അങ്ങനെ കാണുന്നില്ല, പക്ഷേ ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അടിഭാഗം കാണിച്ചു തരാൻ പറ്റൂല. എന്നാൽ പോലും വണ്ടിക്ക് അകത്തൊരു വൃത്തി വെച്ചിട്ട് തുരുമ്പുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. അതേപോലെ ഇവിടെയൊക്കെ നോക്കിയാലും വലിയ അപാകതകൾ കാണുന്നില്ല, ഇവിടെ ഒന്നും തുരുമ്പിൻ്റെ ഒരു അംശം പോലും ഇല്ല. അതേപോലെ ഡോർ പാഡ് പക്ഷേ മറ്റേ വണ്ടിയുടെയാണ് കുറച്ചുകൂടി നല്ലത്, വൃത്തി. അഴുക്കൊക്കെ ആയിട്ട് അത് നമുക്ക് വാഷ് ചെയ്താലും പഴയ വണ്ടിയില്ലേ, അതിനൊരു പരിധിയില്ലേ? അത്രേ ഉള്ളൂ. അല്ല അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞേ. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്കൊരു 45 രൂപ കൊടുക്കാം. ഇവിടെ ചെറിയൊരു ഇതുണ്ട്, അത് 1 വർഷം മാറിയപ്പം 15,000 രൂപ കൂടിയോ? വണ്ടി വന്ന് കാണല്ലേ, റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചോദ്യമല്ല, ഈ പറയുന്ന എല്ലാം ചോദ്യം. ഈ പറഞ്ഞ 30,000 ചോദ്യമാണ്, ഈ പറഞ്ഞ 40,000 ചോദ്യമാണ്. ഈ പറഞ്ഞ റേറ്റ് നല്ല അഡ്ജസ്റ്റ് കൊടുക്കാം.
അപ്പോൾ 2 സ്വിഫ്റ്റ് 2019 മോഡൽ 2023 മോഡൽ. നമുക്ക് അതിനെ 19 നോക്കാം. 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 37,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടി. എഞ്ചിനും ഗിയർ ബോക്സിനും 6 മാസം വാറണ്ടി ഉണ്ട്. അത്യാവശ്യമുള്ള ആക്സസറിസുള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. 2019 മോഡൽ സ്വിഫ്റ്റ് VXI 37,523 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ്. റീപ്ലേസ് ആയിട്ട്? റീപ്ലേസ് ഒന്നുമില്ല. അല്ല, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഒന്നും വണ്ടിയുടെ. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഇടിച്ച് ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല. ഫ്രണ്ട് ബോണറ്റ് ബമ്പറോ കാര്യങ്ങളൊന്നും വണ്ടിയുടെ മാറ്റില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ മാറ്റുള്ളൂ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5,20 കൊടുക്കാം. നമുക്ക് 2019 മോഡൽ കാര്യം പഴയ വണ്ടി. പക്ഷേ വില ഈ 5,20 എന്നുള്ളത് കുറവാണോ കൂടുതലാണോ? കുറവൊന്നുമില്ല, വലിയ കൂടുതലൊന്നുമില്ല. ഈ പറഞ്ഞ നമ്മുടെ ചോദ്യമാണ്. നമുക്ക് അതിൽ നമുക്ക് റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതുപോലെ 23 വണ്ടി 21,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 21 കണ്ട് എനിക്കൊന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ വണ്ടിയാണ് കണ്ട, ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് കണ്ട. ടയേഴ്സും തീരെ മോശമല്ലാത്ത രീതിയിൽ കിടപ്പുണ്ട്. എത്ര ചോദ്യം? ആദ്യം അത് പറയാം. ഇത് നമുക്കൊരു 6,85 കൊടുക്കാം. നമുക്ക് മറ്റേ എത്രയായിരുന്നു? മറ്റേത് 5,4. അല്ല, ഏത് വർഷമായിരുന്നു? മറ്റേത് 19, 23. ഇത് സീറ്റ് കവർ ആയതല്ല, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അതെ, 2023 സ്വിഫ്റ്റ് VXI വേരിയൻറ്റ്. ടയേഴ്സ് ആവറേജ് ലെവലിലാണ് കിടക്കുന്നത്. അത് കമ്പനിയുടെ ഫസ്റ്റ് ടയർ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ടയർ. ഓക്കെ. ലാസ്റ്റ് പ്രൈസ് ആണല്ലേ? ലാസ്റ്റ് പ്രൈസ് അല്ലേ, നെഗോഷിയേഷൻ ഉണ്ടാവും. ഈ റേറ്റിന് ഫിക്സഡ് റേറ്റ് അല്ല, ആസ്കിങ് റേറ്റ് ആണ്. അടുത്ത 2021 മോഡൽ വാഗണർ VXI 1.2 ലിറ്റർ 47,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്? ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. ഫസ്റ്റ് ടയർ. ഓക്കെ. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അതെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4,90 കൊടുക്കാം. ഇതിന് കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ? ജെന്യൂൻ. ഇതൊക്കെ വാറണ്ടി വരുന്ന വണ്ടി. അതല്ല റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഇതൊക്കെ എഞ്ചിന് ഗിയർ ബോക്സിന് ഈ രണ്ടിനും വാറണ്ടി വരുന്ന വണ്ടി. രണ്ടും ഒന്ന് 19, ഇതൊന്ന് 21. 19 വരുമ്പോൾ നമുക്കൊരു 4-4.25 റേഞ്ചിന് കൊടുക്കാം. ഇത് നമുക്കൊരു 5 റേഞ്ച് 4,90 റേഞ്ച് നമുക്ക് കൊടുക്കാം. ഇത് ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർഷിപ്പ് 26,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? 23 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആണേ? പക്ക. ടയർ ഫസ്റ്റ് ടയർ മാനുവൽ ആണല്ലേ? മാനുവൽ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡൽ തന്നെ. അത്യാവശ്യം നല്ല വണ്ടി. ഫോർഡോ പവർ വിൻഡോസ് ഒക്കെ വരുന്നത്. VXI. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നും വണ്ടിക്കത്തില്ലെന്നു. റീപ്ലേസ് ഒന്നുമില്ല. പക്ഷേ ഈ വണ്ടിയുടെ ഗിയർ നോബ് പോയിട്ടുണ്ട്. അത് നമുക്ക് മാറാം. അതൊക്കെ നമ്മൾ കൂടെ മാറാതെ കൊടുക്കത്തുള്ളൂ. അല്ല, ചെറിയ കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ടയർ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിച്ചേ? ഇത് നമുക്കൊരു 4.25 റേഞ്ചിന് കൊടുക്കാം. 4.25. 2013 മോഡൽ സെൻ എസ്റ്റിലോ LXI വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ്. കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 59,301 കിലോമീറ്റർ. കിലോമീറ്റർ ജെനുവിൻ? പക്ക ജെനുവിൻ. എവിടെ കൊണ്ടുപോകണം ചെക്ക് ചെയ്യാം. 2013 മോഡൽ സെൻ എസ്റ്റിലോ LXI 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.65 കൊടുക്കാം. 1.65. അത്യാവശ്യം സീറ്റോറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകത്ത് മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിലില്ല. ഡോർ പാഡൊക്കെ കൊള്ളാം. 13 മോഡൽ സെൻ എസ്റ്റിലോ LXI വേരിയൻറ്റ്. ഈ മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ല എന്ന് സാധാരണ ഈ കടക്കാരൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇപ്പം നീയും പറഞ്ഞു. അതെന്ന് പറയുന്നത് ഈ ഫ്രോണ്ട് സൈഡ് കംപ്ലൈൻസ് കാര്യങ്ങളില്ല എന്നുള്ള രീതിക്കുള്ള ബോണറ്റ് അതൊക്കെ മാറുന്നത്. ഈ ബമ്പർ മാറുന്നത് നാച്ചുറലാണ്. പക്ഷേ ഡോണറ്റ്, ഡോറ്, ഡിഗ്ഗി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മെയിൻ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കരിക്കുന്ന വണ്ടിയാണ്. ഈ ബമ്പറൊക്കെ നമുക്ക് ഏത് വണ്ടിക്ക് നോർമലായിട്ട് മാറും, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. പക്ഷേ ഈ ബോണറ്റ്, ഡിഗ്ഗി, ഡോറ്, ഗ്ലാസ് ഇതൊക്കെ പറയുമ്പം ആക്സിഡൻറ്റിനകത്ത് വണ്ടിയുടെ മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അതല്ല. അതിനകത്ത് വേരിയേഷൻസ് വരും വിലയുടെ. അതിനകത്ത് മേജർ ആക്സിഡൻറ്റ് പറഞ്ഞാൽ അഫ്രോൺ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മാർക്കറ്റ് മൊത്തത്തിൽ പോയി. ഇത്രയേ ഉള്ളൂ. 2017 മോഡൽ ഡിസയർ VDI ഡീസൽ വേരിയൻറ്റ്. അതായത് സ്വിഫ്റ്റിൻ്റെ ഡിസൈറിൻ്റെ ഈ വേരിയൻറ്റ് ലാസ്റ്റ് ഡീസൽ വേരിയൻറ്റ്. ഇതിനുശേഷം വണ്ടി ഡീസൽ കണ്ടിട്ടില്ല മാരുതി. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് 93,000 കിലോമീറ്റർ കൊണ്ട് കിട്ടുന്നുണ്ട്. 93 ഡീസലാണ്. അത് അടുത്തുള്ള ഡീസൽ വണ്ടിയാണ്. 93,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 2017 മോഡൽ ഡിസയർ VDI 93,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട്. ഓരോ വണ്ടി കാണാനും കൊള്ളാം, വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5.35 കൊടുക്കാം. 5.30, 5.25 കൊടുക്കാം. 5.25 കൊടുക്കാം.
5 ഇരുപതിന് കൊടുക്കാം. 2022 മോഡൽ ഇഗ്നിസ് ഡെൽറ്റ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ് 64,000 കിലോമീറ്റർ. 64. അതെ. ടയേഴ്സൊക്കെ പുത്തൻ ടയറാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല ടയറുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. അതുകൂടാതെ വണ്ടിക്ക് 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിന് വാറണ്ടി ഉണ്ട്. ഇൻഡസ് കൊടുക്കുന്നതാണോ? ഇൻഡസ് കൊടുക്കുന്ന വണ്ടി. 2022 മോഡൽ ഇഗ്നിസ് ഡെൽറ്റ വേരിയൻറ്റ് 64,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഈ വീഡിയോ കാണിക്കുക ഓട്ടോമാറ്റിക് വണ്ടികളൊന്നുമില്ല. ഓട്ടോമാറ്റിക് വണ്ടി ഉള്ള എല്ലാം കഴിഞ്ഞാൽ ഈ വീടിക്കത് പോയല്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 495 കൊടുക്കാം. നമുക്ക് 495 കൊടുക്കാം. 2016 മോഡൽ എർട്ടിഗ VX 54,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എന്തോ ഓടി? 54,000 കിലോമീറ്റർ ഉണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. ഡീസൽ അല്ലേ? എടാ ഡീസൽ അല്ലേ? പെട്രോൾ പെട്രോൾ 53,485 കിലോമീറ്റർ. നമ്മുടെ ഇന്ത്യയിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇന്റീരിയലൊക്കെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. ടോപ്പൊക്കെ നോക്കിയാൽ അഴുക്കൊന്നുമില്ല, നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. സീറ്റ് വർക്ക് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് വർക്ക് അടിച്ചേക്കാം. അതൊക്കെയാണ്. പിന്നെ സർവീസ് സെൻ്റർ ഉള്ളൊരു സ്ഥാപനം ആകുമ്പോൾ വണ്ടി എന്തായാലും കഴുകി വൃത്തിയാക്കിയിടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് അതിനകത്തൊരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതെ, അത് നമ്മൾ കസ്റ്റമർ ഉപയോഗിക്കുന്നതും കൂടെ അതിനകത്ത് പ്രിഫർ ചെയ്യേണ്ടി വരും. ഉപയോഗിക്കുന്ന കസ്റ്റമർ രീതി അനുസരിച്ചും കൂടെ ഇരിക്കും. നമ്മൾ വണ്ടി വൃത്തിയായിട്ട് എത്ര കഴുകിയാലും ചില വൃത്തിയാകത്തില്ല. ചില വണ്ടി വെള്ളം നനച്ച് തുറച്ചാൽ വൃത്തിയാണ്. അത് കസ്റ്റമർ ഉപയോഗിക്കുന്ന രീതിയാണ് ഇരിക്കും അത്യാവശ്യം. ഓക്കെ, എത്രയാണ് ചോദ്യം? ഇത് നമുക്കൊരു 635 കൊടുക്കാം. നമുക്ക് 635. അപ്പോൾ നമ്മളെ വണ്ടിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എത്ര നല്ല വണ്ടിയാണെങ്കിലും യൂസ്ഡ് കടയുടെ ഷോപ്പ് പോകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പഴയ വണ്ടികളാണ്. അപ്പോൾ അത് നോക്കിയും കണ്ടും എടുക്കാൻ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നല്ലപോലെ പണി അറിയാവുന്ന ഒരു ചേട്ടനെ കൊണ്ടുവന്ന് നല്ലപോലെ നോക്കി എടുത്തുകൊണ്ട് പോകണം. അതിപ്പോൾ ഇവിടെ നിന്നല്ല എവിടെ നിന്നായാലും. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ കയറി ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള കമൻസുകളിട്ട് വീഡിയോയുടെ റീച്ച് എന്നുള്ളതിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ വീഡിയോ റീച്ച് ആവുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇത്തരം അനാവശ്യമായ അല്ലെങ്കിൽ സത്യസന്ധതയില്ലാത്ത ഇത്തരത്തിലുള്ള കമൻസുകൾ ഒഴിവാക്കുക. എനിക്ക് കമൻറ്റ് കിട്ടിയാൽ അത് നല്ല തന്നെയാണ്. പക്ഷേ ഈ ചെയ്യുന്ന എന്നെക്കാൾ ഇത് കച്ചവടം നടത്തുന്നവർക്കും ഈ തുകയ്ക്ക് വണ്ടി എടുക്കാം എന്ന് വിചാരിക്കുന്നവർക്കും ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമേഴ്സിനും കച്ചവടക്കാർക്കും ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ലത് കിട്ടണം എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അത് നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ വിചാരിക്കുന്നതുകൊണ്ട് നല്ലൊരു ദ്രോഹമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. വില കൂടുതലാണെങ്കിൽ വീഡിയോ കണ്ട് തീർക്കാനുള്ളൊരു സമയം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാലും അതിനൊരു 5 മിനിറ്റ് സമയം എടുക്കില്ലേ? ആ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു വില കൂടുതലാണെന്നുള്ളത്. ഇത് ഞാൻ നേരി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഇട്ട് ഒരു 2-3 മിനിറ്റിനുള്ളിൽ 25 മിനിറ്റിന് മേളിൽ ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇട്ടപ്പം കയറി ഇരുന്നങ്ങ് പറയാം വില കൂടുതലാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട. ജെനുവിനായി ചെയ്യാൻ നോക്കുക. ഞാൻ ജെനുവിനായി എല്ലാ വണ്ടികളുടെയും വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം നിങ്ങളും ജെനുവിനായി കമൻസുകൾ പറയുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.